മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷങ്ങൾ ഒരു സാധാരണ യുദ്ധപരിസരത്തേക്കാൾ വളരെ കൂടുതൽ ഗുരുതരമായ ഒരു മനുഷ്യാവകാശ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിക്കെതിരെ ഉയർന്ന യുദ്ധക്കുറ്റാരോപണങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഗാസ മുനമ്പിലെ സംഭവവികാസങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും വിലയിരുത്തുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ സംവിധാനങ്ങളും എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യവും ഉയരുന്നു. ഈ വിഷയത്തിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ, വംശഹത്യ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ കോടതിയുടെ ദൗത്യം. 2024 നവംബർ 21-ന് നെതന്യാഹുവിനും മുൻ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച നടപടി ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒരു പ്രധാന ഘട്ടമായിരുന്നു. രാഷ്ട്രത്തലവൻ എന്ന നിലയിലും നിയമപരമായ പരിരക്ഷകളില്ലാതെ അന്താരാഷ്ട്ര നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന സിദ്ധാന്തം ഇതിലൂടെ വീണ്ടും മുന്നോട്ടുവന്നു. ഗാസയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ ഈ കേസിന്റെ ഹൃദയഭാഗമാണ്. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം, ഭക്ഷണവും ഇന്ധനവും തടഞ്ഞുവെച്ച് യുദ്ധായുധമായി വിശപ്പ് ഉപയോഗിച്ചതെന്ന ആരോപണം എന്നിവ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര മാനവീയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളായ സിവിലിയൻ സംരക്ഷണം എന്ന സിദ്ധാന്തത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. യുദ്ധത്തിന്റെ പേരിൽ പോലും സാധാരണ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നതാണ് മനുഷ്യാവകാശ സംഘടനകളുടെ നിലപാട്. എന്നിരുന്നാലും നിയമപരമായ നടപടികൾ എത്രത്തോളം പ്രായോഗികമാകും എന്നതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്. ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാലും അത് നടപ്പിലാക്കേണ്ടത് അംഗരാജ്യങ്ങളാണ്. നെതന്യാഹു ICCയുടെ അംഗരാജ്യമല്ലാത്ത രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണെങ്കിൽ അറസ്റ്റ് നടക്കാനുള്ള സാധ്യത കുറയാം. അതേസമയം ICCയിലെ അംഗരാജ്യങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. ഇതാണ് അന്താരാഷ്ട്ര നീതിയുടെ പ്രായോഗിക പരിമിതികളെ തുറന്നുകാട്ടുന്നത്. ഇവിടെ രാഷ്ട്രീയ ഘടകങ്ങളും വലിയ പങ്ക് വഹിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ചില ശക്തരായ നേതാക്കളുടെ പിന്തുണയും ആഗോള സമവാക്യങ്ങളും ഇത്തരം കേസുകളുടെ പുരോഗതിയെ സ്വാധീനിക്കാം. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ICCയെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ ഈ കേസുകളുടെ പ്രാബല്യം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിലെ പല രാജ്യങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധക്കുറ്റങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന ആവശ്യം ശക്തമാകുന്നു. യുദ്ധത്തിന്റെ ന്യായീകരണം എന്തുതന്നെയായാലും സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനമാണ്. ചുരുക്കത്തിൽ നെതന്യാഹുവിനെതിരായ ICC നടപടികൾ ആഗോള നീതിയുടെ ഒരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. നിയമവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷത്തിൽ നീതി എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്ന് ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. യുദ്ധത്തിന്റെ ചൂടിൽ മനുഷ്യാവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവയെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന നിർണായക ഘട്ടമാണിത്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ ചൂടുയരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ പതിഞ്ഞു നിൽക്കുന്ന ഒരു നഗരമുണ്ട്. അത് വെറുമൊരു നഗരമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമാണ്: ഇസ്ഫഹാൻ. ചരിത്രത്തിന്റെ ആഴങ്ങളിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയരങ്ങളിലും ഒരുപോലെ ഉറച്ചുനിൽക്കുന്ന ഈ നഗരം ഇന്നത്തെ സംഘർഷത്തിൽ ഇറാന്റെ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ സമ്മർദ്ദങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും ഇസ്ഫഹാൻ തലകുനിയാത്ത ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാം നിലനിൽക്കും എന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. സൈനികവും ശാസ്ത്രീയവുമായ പ്രാധാന്യം മാത്രമല്ല, ഒരു സിവിലൈസേഷന്റെ അഭിമാനവും ആത്മാവും ചേർന്നതാണ് ഇസ്ഫഹാൻ. അതിന്റെ ആഴത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങളും സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളും പുറം ലോകം കാണുന്ന ഒരു സൗകര്യത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നുപോകുന്ന ഒരു ദൂരദർശിത്വത്തിന്റെ ഫലമാണ്. ശക്തമായ വ്യോമാക്രമണങ്ങൾ പോലും തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കേന്ദ്രം ഇറാൻ വെറും പ്രതികരിക്കുന്ന രാജ്യമല്ല, മറിച്ച് മുൻകൂട്ടി ചിന്തിച്ച് ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്നതിന്റെ തെളിവായി നിലകൊള്ളുന്നു. ഇസ്ഫഹാൻ ഇന്നൊരു ഭൂപ്രദേശമല്ല, മറിച്ച് അതൊരു സന്ദേശമാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യത്തിന്റെ സന്ദേശം. സാങ്കേതികമായി മുന്നേറുകയും തന്ത്രപരമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ സന്ദേശം. ലോകശക്തികൾ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഇസ്ഫഹാൻ അതിനു മറുപടിയായി ഒരു സത്യമാണ് ഉയർത്തിക്കാട്ടുന്നത്: യഥാർത്ഥ ശക്തി നിലനിൽക്കാനുള്ള ധൈര്യത്തിലാണ്.
ഇസ്ഫഹാൻ ആണവകേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഭൂശാസ്ത്രപരമായ സംരക്ഷണമാണ്. വളരെ ഉയർന്ന പാറക്കെട്ടുകൾക്കും മലനിരകൾക്കും കീഴിലാണ് ഈ സൗകര്യം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. ഫോർഡോ, നഡാൻസ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ യുഎസ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ ഇസ്ഫഹാന്റെ കാര്യത്തിൽ അത്ര എളുപ്പമല്ലാത്ത ഒരു വെല്ലുവിളിയാണ് അവർ നേരിട്ടത്. GBU-57 പോലുള്ള ശക്തമായ ബോംബുകൾക്ക് ആഴത്തിൽ കുഴിച്ചിറങ്ങാൻ കഴിവുണ്ടെങ്കിലും ഇസ്ഫഹാനിലെ സങ്കീർണമായ തുരങ്ക ശൃംഖലയെ പൂർണ്ണമായി തകർക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ഇതോടൊപ്പം ഇസ്ഫഹാനിലെ സൗകര്യങ്ങളുടെ രൂപകൽപ്പന തന്നെ അതിനെ വ്യത്യസ്തമാക്കുന്നു. ആഴത്തിലുള്ള തുരങ്കങ്ങൾ, പല തട്ടുകളിലായി വ്യാപിച്ചിരിക്കുന്ന സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി പ്രവേശന, പുറത്തിറക്കുമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സങ്കീർണ സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിന്റെ അർത്ഥം ഒരു ഭാഗം ആക്രമിക്കപ്പെട്ടാലും മുഴുവൻ സംവിധാനവും പ്രവർത്തനരഹിതമാകില്ല എന്നതാണ്. ഇത്തരത്തിലുള്ള റിഡൻഡൻസി സംവിധാനങ്ങൾ, അതായത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും പരാജയം തടയുന്നതിനും തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും ഒരു സിസ്റ്റത്തിനുള്ളിലെ നിർണായക ഘടകങ്ങൾ, ഡേറ്റ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എന്നിവയുടെ തനിപ്പറപ്പ് എന്നിവ ഇറാന്റെ ആണവ പരിപാടി ദീർഘകാലം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മുൻപ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇസ്ഫഹാനിലേക്ക് മാറ്റിയിരിക്കാം എന്ന സൂചനകളും ഈ കേന്ദ്രത്തിന്റെ തന്ത്രാത്മക പ്രാധാന്യം കൂടുതൽ ഉയർത്തുന്നു. തുറന്ന ഡേറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ചപ്പോൾ യുദ്ധകാലത്തുപോലും നിർണായക വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റിസ്ഥാപിക്കാൻ ഇറാന് കഴിവുള്ളതാണെന്ന് ഈ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. ഇത് വെറും പ്രതിരോധശേഷിയല്ല, മറിച്ച് ഒരു ഡൈനാമിക് വാർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ശത്രുവിന്റെ നീക്കങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു സിസ്റ്റം. ഇസ്ഫഹാൻ നഗരം സൈനിക കേന്ദ്രമെന്നതിലുപരി ഇറാന്റെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ ഹൃദയമാണ്. നക്ഷേ ജഹാൻ സ്ക്വയർ പോലുള്ള ലോകപ്രശസ്ത പൈതൃക കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ നഗരത്തിന്റെ ചരിത്രവും ആധുനിക സാങ്കേതിക ശേഷിയും തമ്മിലുള്ള ഈ സമന്വയം ഇറാന്റെ സമഗ്ര ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ഇസ്ഫഹാനെ ലക്ഷ്യമിടുന്ന ഏതൊരാക്രമണവും ഒരു സൈനിക നീക്കമെന്നതിലുപരി ഒരു സിവിലൈസേഷനുവേൽ നടത്തുന്ന സമ്മർദ്ദമായി ഇറാൻ കാണുന്നു. സുരക്ഷാതലത്തിൽ ഇസ്ഫഹാൻ ഒരു മൾട്ടി ലേയേർഡ് ഡിഫൻസ് സോണായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മിസൈൽ സൈറ്റുകൾ, ഡ്രോൺ ഹബ്ബുകൾ, വ്യോമതാവളങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം നേരിട്ടുള്ള ആക്രമണങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ യുഎസ് നേരിട്ടുള്ള നുഴഞ്ഞുകയറ്റത്തിന് പകരം ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചെങ്കിലും അവയുടെ പ്രഭാവം പരിമിതമായതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലൂടെ ഒരു പ്രധാന യാഥാർത്ഥ്യം വ്യക്തമാകുന്നു. ഇസ്ഫഹാൻ പോലുള്ള ആഴത്തിൽ സംരക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങളെ വെറും വ്യോമാക്രമണങ്ങളിലൂടെ തകർക്കുക എന്നത് സാങ്കേതികമായി വളരെ പ്രയാസകരമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ നശിപ്പിക്കാൻ ഭൂമിയിൽ നിന്നുള്ള നേരിട്ടുള്ള സൈനിക ഇടപെടൽ ആവശ്യമായി വരാം എന്നതും സൈനിക വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം അതൊരു വ്യാപക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇസ്ഫഹാൻ എന്നത് കേവലം ഒരു ആണവ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഇറാന്റെ ദീർഘകാല തന്ത്രചിന്തയുടെയും സ്വാഭിമാനത്തിന്റെയും സാങ്കേതിക നവീകരണത്തിന്റെയും കരുത്തുറ്റ പ്രതീകമാണ്. ലോകശക്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കും സൈനികമായ ഭീഷണികൾക്കുമിടയിൽ തകരാതെ നിലനിൽക്കാൻ കഴിയുന്ന ഇത്തരമൊരു സംവിധാനം ഒരു രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസവും സുസ്ഥിരതയും എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. പുറത്തുനിന്നുള്ള ഭീഷണികളെ അതിജീവിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യമാണ് ഓരോ കോൺക്രീറ്റ് പാളികൾക്കും പിന്നിലുള്ളത്. യുദ്ധഭൂമിയിലെ യഥാർത്ഥ ശക്തി എന്നത് വെറും അത്യാധുനിക ആയുധങ്ങളാൽ മാത്രം നിർണയിക്കപ്പെടുന്ന ഒന്നല്ല എന്ന് ഇസ്ഫഹാനിലെ സംഭവവികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് കൃത്യമായ ആസൂത്രണവും പ്രതികൂല സാഹചര്യങ്ങളിലെ സഹിഷ്ണുതയും ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രങ്ങളുമാണ് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തെ നിർവചിക്കുന്നത്. ശത്രുവിന്റെ പ്രഹരശേഷിയെ മുൻകൂട്ടി കണ്ടു പ്രതിരോധം തീർക്കാനുള്ള ഇറാന്റെ ഈ തന്ത്രാത്മക ദൂരദർശിത്വത്തിന്റെ തെളിവായി ഇസ്ഫഹാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക യുദ്ധമുറകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യയും ഭൂശാസ്ത്രപരമായ സുരക്ഷയും ഒരുമിച്ച് ചേരുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ഇറാന്റെ സ്വാഭിമാനത്തിന്റെ അടയാളങ്ങളാണ്. ആഗോള പൊളിറ്റിക്സിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുമ്പോൾ സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ സന്ധിവില്ലാ പോരാട്ടം വരുംകാല ചരിത്രത്തിൽ നിർണായകമായി അടയാളപ്പെടുത്തപ്പെടും. ഏതൊരു വലിയ വെല്ലുവിളിയെയും മനക്കരുത്തും തന്ത്രാധിഷ്ഠിതമായ തയ്യാറെടുപ്പും കൊണ്ട് നേരിടാമെന്ന സന്ദേശമാണ് ഇസ്ഫഹാൻ ലോകത്തിന് നൽകുന്നത്.